രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ മുട്ടും, തുറന്നില്ലെങ്കിൽ ഭയപ്പെടുത്തും. ശാരദ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. മുൻപ് സിനിമയിലെ നായകനും നായികയും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് വെളിപ്പെടുത്തി നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ. കാസ്റ്റിംഗ് കൗച്ച് മുൻപും നിലനിന്നിരുന്നതായും ഇപ്പോൾ പലരും ഇക്കാര്യം തുറന്നു പറയുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്റെ കണ്ടെത്തലായി അവർ പറഞ്ഞു. ഇന്ന് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ സാധാരണമായെന്നും ശാരദ ചൂണ്ടിക്കാട്ടി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നാൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. പവർ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ളവർക്ക് കാരവാൻ ഉണ്ടാകും. നടിമാർക്ക് ശുചിമുറികൾ പോലും ലൊക്കേഷനിൽ ഇല്ല. വസ്ത്രം മാറാൻ സുരക്ഷിതമായ സൗകര്യം സെറ്റിൽ ഒരുക്കുന്നില്ല. ഒരു PVC പൈപ്പിൽ കീറത്തുണി കെട്ടിവെച്ച് മറയാക്കിയാണ് പലപ്പോഴും വസ്ത്രം മാറാൻ സൗകര്യം നൽകുന്നത്. കാറ്റടിച്ചാൽ പോലും പറന്നു പോകും വിധമുള്ള താൽക്കാലിക സംവിധാനമാണിത്. ഈ സംവിധാനം അവസാനിപ്പിക്കണമെന്നും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ശാരദ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. സെറ്റിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്. രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ്. തുറന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ബഹളമുണ്ടാക്കും. സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം പുരുഷന്മാരും കരുതുന്നത് സ്ക്രീനിൽ ഇന്റിമേറ്റ് സീനുകൾ അഭിനയിക്കാൻ തയ്യാറുള്ള നടിമാർ ഇതേ കാര്യം സ്ക്രീനിന് പുറത്തും ചെയ്യാൻ തയ്യാറാണെന്ന് കരുതുന്നുവെന്ന് ഒരാൾ പറഞ്ഞു. ഒരു മടിയും കൂടാതെയാണ് പുരുഷന്മാരായ ആളുകൾ സെക്സിന് താല്പര്യമുണ്ടെന്ന് പറയുന്നത്. അതിപ്പോൾ സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും. എന്നാലും സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ഇതേ ആവശ്യം ഉന്നയിക്കും. ചില പുതിയ പെൺകുട്ടികൾ ഈ ചതിയിൽ വീഴുകയും സമ്മതമില്ലാതെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തെന്ന് സിനിമയിലെ ചില സ്ത്രീകൾ തങ്ങളോട് പറഞ്ഞെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി.